കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ ഗുൽഗാമിൽ ഒരു റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥൻ ഭീകരരുടെ വെടിവെപ്പിൽ വീരമൃത്യു വരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുമാണ്. അതിന് തൊട്ടു പിന്നാലെ പോലീസും സേനാ വിഭാഗങ്ങളും ചേർന്ന് വ്യാപകമായ റെയ്ഡാണ് നടത്തിയത്. ആ റെയ്ഡിൽ 360 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇവർ ഭീകരരുമായി ആശയവിനിമയം നടത്തിയവരോ ഇല്ലെങ്കിൽ ഭീകരർക്ക് വേണ്ട സഹായം ചെയ്ത തദ്ദേശീയരായിട്ടുള്ള അതായത് നാട്ടുകാരായിട്ടുള്ള 360 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കുൽഗാമിലെ ബഹിബാഗ് ഏരിയയിലാണ് ഈ റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥൻ്റെ വീടിന് നേരെയായിരുന്നു ആക്രമണം നടന്നത്. മൻസൂർ അഹമ്മദ് വാഗെ എന്ന് പറയുന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് വീരമൃത്യു വരിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഒരു വലിയ ഓപ്പറേഷൻ തന്നെ ഇപ്പോൾ പോലീസും സൈന്യവും ചേർന്ന് നടത്തുന്നതാണ് ഏറ്റവും പുതിയ വിവരം. 360 പേരോളം ഇപ്പോൾ കസ്റ്റഡിയിൽ ആയിട്ടുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം ഭീകരരെ സഹായിക്കുന്ന തരത്തിലേക്ക് പോകുന്നവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുകയും സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഈ ഭീകരവാദത്തിന് സഹായം നൽകുന്നത് കുറഞ്ഞു വരികയായിരുന്നു. ഇവിടെ ഈ തദ്ദേശീയരായവരുടെ സഹായം ഇല്ലാതെ കടന്നു വരാൻ കഴിയില്ല, ഈ മൻസൂർ അഹമ്മദ് വാഗയെ കൊലപ്പെടുത്താൻ കഴിയില്ല എന്നൊരു നിഗമനത്തിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെയാണ് പ്രദേശവാസികളായ 360 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവർ കുറ്റം തെളിയുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കേണ്ടി വരും. UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്തപ്പെടേണ്ടി വരും. ഏതായാലും കാശ്മീരിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് 360ഓളം പേരെ ഒരു മാസ് അറസ്റ്റിലേക്ക് ജമ്മു കാശ്മീർ ഭരണകൂടവും പോലീസുമൊക്കെ നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.